നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധം ശക്തമാക്കി സിജെപി. ജന്തർ മന്ദറിൽ നൂറുകണക്കിന് പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഷേധത്തെ നേരിടാൻ ജന്തർ മന്ദർ പരിസരത്ത് ഇന്റർനെറ്റ് വിലക്കി. പ്രതിഷേധം ശക്തമായതോടെ മൌനം വെടിഞ്ഞ് പ്രധാനമന്ത്രി രംഗത്തെത്തി. പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്നായിരുന്നു മോദിയുടെ പ്രതികരണം. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് സിജെപി മറുപടി നൽകി. പ്രതിഷേധത്തെ നേരിടാൻ അടച്ച മെട്രോ സ്റ്റേഷനുകൾ ഉച്ചയോടെ തുറക്കണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ജന്തർ മന്ദറിൽ നിന്ന് തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുകയാണ്. തൗഫീഖ്, അപ്പോൾ സിജെപി സമരം ശക്തമാക്കി തന്നെ മുന്നോട്ട് പോവുകയാണ്. പ്രധാനമന്ത്രിയുടെ പ്രതികരണമൊക്കെ വന്നതിന് ശേഷവും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യമെന്ന അതിൽ ഉറച്ചുകൊണ്ട് നിൽക്കുന്നു സിജെപി. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് ഇനിയുള്ള മണിക്കൂറുകളിൽ സാധ്യതയുണ്ടോ? കേന്ദ്രത്തിന്റെ അക്കാര്യത്തിലുള്ള പ്രതികരണങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ കേന്ദ്ര സർക്കാർ സിജെപി നേതാക്കളെയോ ആരെയും ചർച്ചയ്ക്ക് ഇതുവരെയും വിളിച്ചിട്ടില്ല. ചർച്ച തുടരണം എന്നുള്ളൊരു ആവശ്യം ഇതിനോടൊപ്പം തന്നെ ഉയർന്നിട്ടുണ്ട്. സമരം 33ാമത്തെ ദിവസത്തിലാണുള്ളത്. വിദ്യാർത്ഥികളും യുവാക്കളുമടക്കം നിരവധി പേർ ജന്തർ മന്ദറിലേക്ക് ഒഴുകിയെത്തുകയാണ്. പോലീസിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് നിരവധി വിദ്യാർത്ഥികൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാനായിട്ട് ഇവിടെ എത്തുന്നത്. ജന്തർ മന്ദറിൽ നിന്ന് പുറത്തേക്ക് ഈ പ്രതിഷേധം പോവുകയാണ്. അതുകൊണ്ട് കൂടുതൽ പോലീസിനെ വിവിധയിടങ്ങളിൽ, പ്രത്യേകിച്ച് ഡൽഹിയിലെ പ്രധാന ഇടങ്ങളിലെല്ലാം കൂടുതൽ പോലീസിനെ കൂടി ഇപ്പോൾ വിന്യസിക്കുകയാണ്. ഇന്ന് രാവിലെ ഈ 16 മെട്രോ സ്റ്റേഷനുകൾ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം DMRC അടക്കുകയുണ്ടായി. പ്രതിഷേധക്കാരെ കുറക്കാൻ വേണ്ടിയാണ് ഈ മെട്രോ സ്റ്റേഷൻ ഉൾപ്പെടെ പൂർണ്ണമായും അടച്ചത്. എന്നാൽ ഈ മെട്രോ അടച്ചതിനെതിരെ സുപ്രീം കോടതി തന്നെ രംഗത്തെത്തുകയാണ് ഉണ്ടായത്. ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയരുത്, എത്രയും വേഗം മെട്രോ സ്റ്റേഷനുകൾ തുറക്കണമെന്ന് സുപ്രീം കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തുറന്നില്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകും. കോടതി ആ വിഷയത്തിൽ ഇടപെടുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇതുവരെയും മെട്രോ സ്റ്റേഷൻ തുറന്നിട്ടില്ല, അതിനെ തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയത്. പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇതിനായി പാകിസ്ഥാൻ കോടതികൾ സ്ഥാപിക്കും, അതിലൂടെ എത്രയും വേഗം അവർക്ക് ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. എന്നാൽ പ്രധാനമന്ത്രിയുടെ വാക്കുകളെ തള്ളി സിജെപി രംഗത്തെത്തി. ഇനി വേണ്ടത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്, എത്രയും വേഗം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളൊരു മറുപടിയാണ് സിജെപി എക്സിലൂടെ പ്രധാനമന്ത്രിക്ക് നൽകിയത്. രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. വിദ്യാർത്ഥികളുടെ ഭാവി ഇല്ലാതാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരിക്കുന്നത്. യുവാക്കളുടെ ഭാവി തകർത്തു. ഒപ്പം ഈ വിദ്യാർത്ഥികളെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്ന് കൂടി രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഇപ്പോഴും ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കുകയാണ്. ഇന്നലെ രാത്രി പോലീസ് പാടിച്ചിലെ ഏറ്റുമുട്ടലുകൾ ജന്തർ മന്ദറിന്റെ സമീപത്ത് ഉണ്ടായി. അതിനെ തുടർന്ന് പോലീസ് കൂടുതൽ സുരക്ഷ പ്രദേശത്ത് ശക്തമാക്കിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും കൂടുതൽ വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിലെ വേദിയിലേക്ക് എത്തും. സോനം വാങ്ചുങ് ഇന്ന് നിരാഹാര സമരം അവസാനിപ്പിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആരോഗ്യനില വളരെ മോശമായിട്ടുണ്ട്. എത്രയും വേഗം സോനം നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം തീരുമാനത്തിലേക്ക് പോകുന്നതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്നാൽ കേന്ദ്ര സർക്കാരിൽ നിന്നൊരു ഉറപ്പ് തനിക്ക് ലഭിക്കണം, എന്നാൽ മാത്രമേ നിരാഹാര സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് സോനം വാങ്ചുങ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ കേന്ദ്ര സർക്കാരിന് സോനം വാങ്ചുങ് ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്തിന് കേന്ദ്ര സർക്കാർ മറുപടി നൽകുമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ ഇന്നലെ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. ആ മറുപടി ലഭിച്ചതിനു ശേഷമായിരിക്കും പക്ഷേ നിരാഹാര സമരം അവസാനിപ്പിക്കുകയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ.